സോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഞാൻ ഇന്ന് വന്നേ നമ്മുടെ മിന്നൽ SMB എപ്പിസോഡ് 2 ആയിട്ടാണ്. ഓക്കെ, സോ ഈ എപ്പിസോഡ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ബിഗ് അപ്ഡേറ്റ് പോലെ സെറ്റ് ആക്കാനാണ്. ഓക്കെ, ലൈക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മീഡിയ ലൈഫ് വില്ലേജ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മീഡിയ ലൈഫ് തീമിലുള്ള വില്ലേജ്. സോ അതിനുള്ള ചെറിയ ചെറിയ തുടക്കങ്ങൾ അവിടെ ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് അങ്ങനെ ഇത്തിരി സാധനങ്ങൾ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഓക്കെ, ബട്ട് നമ്മുടെ OBS നമ്മളെ ചെറുതായിട്ട് ഒന്ന് ചതിച്ചു. ഓക്കെ, അതൊന്നും റെക്കോർഡായില്ല. ഞാൻ പിന്നെ കുറേ ഇവിടെ കിടന്നിട്ട് റെക്കോർഡ് ആവേണ്ട തന്നെ കുറേ എന്തൊക്കെ പറഞ്ഞു, അതൊന്നും റെക്കോർഡായില്ല. ഓക്കെ, അത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇനി എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് സെറ്റാക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, SK ലോഞ്ചറിൽ ആർക്കെങ്കിലും മറ്റേ റീപ്ലൈ മൂഡ് അടക്കാൻ അറിയിച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഡിസ്കോ ലിങ്ക് എന്തായാലും അവർക്ക് അയച്ചു തരാം. അപ്പോൾ എന്തായാലും അന്ന് പറഞ്ഞു വെച്ചാൽ വളരെ ഇതായിരുന്നു. ഓക്കെ, സോ എന്തായാലും ഞാൻ പറഞ്ഞ കൂടുതൽ പറഞ്ഞ് അടുപ്പിക്കാണ്ട് നേരെ നമുക്ക് വീഡിയോ കാണാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പൂന്ന് കൊണ്ടിട്ട് ഇതിനുള്ളിൽ വയ്ക്കട്ടെ. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വീട്. ഓക്കെ, ഒരു മീഡിയ ലൈഫ് തീമിലുള്ള വീട്. ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ഓരോത്തിൻ്റെ സംഭവം ജസ്റ്റ് ഒന്ന് റേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് റേറ്റ് ചെയ്യാം. സോ ഇതാണ് അതിൻ്റെ ഒരു വീട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ പോയിട്ട് നമ്മുടെ കുക്കിംഗ് ഏരിയ, ഇവിടെ സ്മിത്തിങ് ടേബിൾ ഉണ്ട്, പിന്നെ ബ്ലാസ്റ്റ് ഫർണസ്, അങ്ങനെ 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 കുറേ സാധനങ്ങൾ കാണിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാണിച്ചു തരും. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇവിടെ പോയിട്ട് ഇങ്ങനെ ഓർഡറൊക്കെ എടുക്കാം. ഓക്കെ, പിന്നുള്ളത് നമ്മുടെ നമ്മുടെ കുക്കറിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം കാണിച്ചു തരാം എന്താ ഇപ്പം ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അവനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചില്ല എന്ന് വിചാരിച്ചു. അതാവും ഇങ്ങനെ ചാടിപ്പോ. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്ത് വയ്ക്കും. ഓക്കെ, നമുക്ക് പിന്നെ വർക്കൊക്കെ ചെയ്യാം. നമുക്ക് വേണ്ട അങ്ങനത്തെ ഒരു ദുഷ്ട സ്വഭാവം നമുക്കില്ല. സോ പിന്നെ നമുക്കുള്ളത്, പിന്നെ ഇതിന് മുകളിൽ പോകണം. മുകളിൽ പോയാൽ ഇവിടെ പിന്നെ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ജനലൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെ ഇവിടെയും ചെറിയ ജനലിൽ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കാം. പിന്നെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ഇവിടെ ചെസ്റ്റ് ഉപയോഗിക്കില്ല, അത് വേറെ ആരും. പിന്നെ ഇവിടെ ഒരു പൂ, പിന്നെ ഇവിടെ വേറെ രണ്ട് ചെസ്റ്റ്, അതും ഞാൻ വലുതായിട്ട് യൂസ് ആക്കില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കാണാം. ഗെയിം പിന്നെ നമ്മൾ ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ. ഓക്കെ, സോ ഇതിൻ്റെ ഞാൻ ചുറ്റൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. പിന്നെ ഇത് സൈഡ് ഭാഗം. ഇവിടെ കുറേ ബാരലൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഞാൻ യൂസ് ആക്കില്ല, വെറുതെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലോ സാധനമുണ്ട്. അതിനിപ്പം ഞാൻ അങ്ങനെ വെച്ച് എനിക്കൊരു ഇത് ഞാൻ സമയം തന്നെ എങ്ങനെ വെച്ചാൽ എനിക്ക് സാധനം ഒരു ഓർമ്മയില്ല. ഓക്കെ, പിന്നെ അത് ഇവിടെ ഒരു ബാരല്, ഇവിടെ പിന്നെ ഉപയോഗിക്കാത്ത ചെസ്റ്റ്, ഇവിടെ രണ്ട് ഉപയോഗിക്കാത്ത ബാരൽ, പിന്നെ ഇവിടെ എന്തിനാ ഈ സാധനം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതാ ഇവിടെ എന്തൊക്കെ ഉണ്ട്. പിന്നെ അതാ ഇവിടെ കോണിമ്പിൽ കിടക്കണി. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പിന്നെ നമ്മുടെ അയഫാം പിന്നെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനോളം വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഫാമിൽ ഈ 4 ചേമ്പർ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ശരിക്കും ഈ ഫാമിൽ 4 ചേമ്പർ കംപ്ലീറ്റ് ആക്കണം. പിന്നെ അപ്പം ഞാൻ ഫസ്റ്റത്തെ ഒരു ചേമ്പർ ഞാൻ ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയത്. എവിടെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് സോമിനെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടാവുക. അത് വെച്ചപ്പോൾ തന്നെ ഈ ഫാം ഒരു ഡബിൾ ചെസ്റ്റ് ഫുള്ളായി. ഞാൻ പിന്നെ വിചാരിച്ചു വെറുതെ കഷ്ടപ്പെട്ട് അടുത്ത ചേമ്പർ ഉണ്ടാക്കണ്ട, നമുക്ക് ഇതിൽ വെച്ച് നിർത്താന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ നിർത്തി. ഓക്കെ, ഞാൻ അടിയിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം തന്നെ ഡബിൾ ചെസ്റ്റ് ഫുള്ളായി. മിക്കവാറും ഈ ഹോപ്പറിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അതായത് ഇവിടെ 42 കിടക്കുന്നുണ്ട്. ഇത് അടുത്ത കോളം. അതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ചാമ്പർ ഉണ്ടാക്കി. ഓക്കെ, സോ പിന്നെ ആർക്കെങ്കിലും ഈ വില്ലേജ് ഈ അയൺ ഫാം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് ഉള്ളത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ വെച്ചേക്കാം. ഓക്കെ, ഈ സാധനം ഞാൻ ഇത് പറഞ്ഞാൽ കുറച്ച് പണിയും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, കണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഈ ഒരു ചാമ്പർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു ഡബിൾ ചെസ്റ്റ് ഫുള്ളായി. പിന്നെ വലിയ പണിയില്ല. കൂടുതൽ ആൾക്കാർ മറ്റു ചെറിയൊരു പെട്ടിക്കൂട് പോലത്തെ സാധനം ഉണ്ടാക്കണ സാധനം അങ്ങനെ ആരും ഉണ്ടാക്കണ കണ്ടില്ല. സോ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ
പിന്നുള്ളതാണ് നമ്മുടെ ഈ വില്ലേജ് ഈ സംബന്ധിക്കും എൻ്റെ ഈ ഒരു മീഡിയ ലൈഫ് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് വരെയുള്ള എൻട്രൻസ്. ഓക്കെ, ഞാൻ ഒന്ന് പുറത്ത് വിട്ട് കാണിച്ചു തരാം. സോ ഇങ്ങനെ നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെ വൗ വാട്ട് എ നൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഓക്കെ, സോ ഇതിനിപ്പോൾ വല്ല എനിമീസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ മനസ്സിലായല്ലോ, ഇവിടെ പോയിട്ട് നമ്മളിങ്ങനെ യുദ്ധം ചെയ്യും. അതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ തീർത്തിട്ട് അപ്പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ തുറന്നിട്ട് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇവിടുന്ന് ഫൈറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഒരു മനസ്സിലായില്ലേ സംഭവം ഇതാണ്. പിന്നെ ഓക്കെ, ഇതൊക്കെ ഞാനൊരു യൂട്യൂബറിൻ്റെ വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ ഇതാ ലൈക്ക് ഇതിൻ്റെ ഒരു ഇതോടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ ഇനിയും ഇതിൽ കുറേ ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറേ സാധനങ്ങൾ ലൈക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇവിടെ ആയിട്ടൊരു വലിയൊരു സാധനം വരും. ഇവിടെ വരുന്ന സാധനം എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു വലിയ സാധനം വരും. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക കമൻറ്റിൽ. എന്തായാലും അടുത്ത വീഡിയോ മിക്കവാറും അത് ഉണ്ടാക്കണ വീഡിയോ. ആരെങ്കിലും എനിക്ക് മറ്റേ റിപ്ലൈ മൂഡ് അറിയിച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുവഴി ഉണ്ടാവുക വെച്ചാൽ ഞാൻ ഈ സാധനം ഇങ്ങനെ പൊന്തി വരണത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് ഗസ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ ഇടാൻ വെച്ചാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വീട്, പിന്നെ അതാണ് നമ്മുടെ എൻട്രൻസ്, പിന്നെ അയം ഫാം. പിന്നെ ഞാൻ അയം ഫാമിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഞാൻ എന്തായാലും ഒരു ബിൽഡാക്കാം. ഓക്കെ, ഇതിങ്ങനെ വെച്ച ഒരുമാതിരി ബോറ് പരിപാടിയല്ലേ. സോ ഈ സാധനം ഞാൻ എന്തായാലും ഒരു ബിൽഡിംഗ് അല്ല, ഒരു ഹൗസ് പോലെ, ഒരു മിഡിൽ ഹൗസ് ഉണ്ട്. അതുപോലെ ഈ സാധനം ഞാൻ എന്തായാലും ഒരു മിഡിൽ ഹൗസ് ആക്കും. എന്നിട്ട് ലാസ്റ്റ് ഈ അടിയിൽ നിന്നുള്ള അയണൊക്കെ വാട്ടർ എലിവേറ്റർ വെച്ചിട്ട് ഈ സാധനം മുകളിലേക്ക് കൊടുക്കുന്നത് എവിടെയും ജസ്റ്റ് വയ്ക്കും. അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. എന്തായാലും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ സെറ്റാക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ വില്ലേജ് ബ്രീഡർ ഒക്കെ നമ്മൾ പക്കയായിട്ട് വർക്കാവുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ഓക്കെ, സോ ഇപ്പോൾ വില്ലേജ് ബ്രീഡർ എന്തായാലും നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഞാൻ അതിൻ്റെ എത്ര ആൾക്കാരുണ്ടെന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിയാൽ. ഓക്കെ, ഇത് എത്ര പേരുണ്ടോ? ഓക്കെ, സോ ഇനി ഇതിന് പുറത്തടക്കട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ജസ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എൻ്റെ ഒപ്പാക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ വീടും എൻ്റെ ഈ എൻട്രൻസും നമ്മുടെ ഓബിയസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതിച്ചു, വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ആവുക വെച്ചാൽ ആവാണ്ടിരിക്കട്ടെ. ഓക്കെ, സോ എന്തായാലും ഹൗസും ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഓക്കെ, പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇവിടെ സാധനം പൊന്തി വരും. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ഗസ് ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും ഞാൻ നേരെ ഞാൻ അവിടെ എൻ്റെ പേരൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഇക്കന്നെ ഏതാ അറിയില്ല, സ്പെല്ലിംഗ് തെറ്റ് 8. ഓക്കെ, ഇപ്പോൾ സ്പെല്ലിംഗ് തെറ്റില്ല, അപ്പോൾ ശരി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എൻ്റെ ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ഞാൻ എത്ര ഉണ്ടാക്കിയ സാധനങ്ങൾ. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരിക്കുന്ന ഒരു മോശമല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് സെൻറ്ററോടെ സൂര്യ ഉദിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, പിന്നെ നമ്മുടെ സൂര്യ അവസാനിക്കില്ല. സൂര്യ ഇങ്ങനെ അതിനെന്തോ പറയും, അവസാനിക്കാൻ ഓർമ്മയില്ല. അത് ക്ലിയർ അതിൻ്റെ നടുവോടെയാണ്. ഓക്കെ, ഒരു ആംഗിൾ ഞാൻ നോക്കണം, ക്ലിയർ നടുവോടെയാണോ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എടുത്തോളൂ. സോ എല്ലാവരും സബ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, സോ എന്തായാലും പ്ലീസ് ടാറ്റ ബൈ ബൈ, അടുത്ത എപ്പിസോഡിൽ കാണാം.